നമസ്കാരം, നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. ഇന്ത്യ ടിവിക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇതിനെ പ്രതികരിച്ചത്. ബിജെപിക്കും എൻഡിഎക്കും അനുകൂലമാണ് നിലവിലെ സാഹചര്യങ്ങളെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. കോൺഗ്രസും ഇന്ത്യ സഖ്യവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് വോട്ടർമാർക്ക് വിലയിരുത്താനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്റെ ചിന്തയെക്കുറിച്ചും ആഗോള നിലവാരം കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തെക്കുറിച്ചും സംസാരിച്ച പ്രധാനമന്ത്രി ഒരു രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഫോറസ് എന്ന് മാത്രം ആവശ്യമാണെന്നും പറഞ്ഞു. ആദ്യത്തെ സ്കോപ്പാണിത്. ഇത് വളരെ വലുതായിരിക്കണം, പക്ഷേ ഭാഗങ്ങളായി പാടില്ല. രണ്ടാമത്തെ കാര്യം സ്കെയിലാണ്, അതും വലുതായിരിക്കണം. സ്പീഡ്, ഇവ രണ്ടും സമാസമമായിരിക്കണം. അതിനാൽ സ്കോപ്പ്, സ്കെയിൽ, സ്പീഡ്, പിന്നെ ഇവിടെ സ്കില്ലുകളും ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അത്ര വലിയ രാജ്യമാണിത്. നിങ്ങളുടെ വോട്ട് ആർക്കാണ് നൽകേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ പേര്, അവരുടെ പരിചയം, ഇതെല്ലാം രാജ്യം കാണുന്നുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും വോട്ടർമാർ അവരെ വിലയിരുത്തുന്നു എന്നും മോദി പറഞ്ഞു. 1984 ശേഷം നേടാനാകാത്ത നേട്ടങ്ങളിലേക്കാണ് 2014 മോദിയിലൂടെ ബിജെപി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത്. 2014 ബിജെപിക്ക് 282 സീറ്റുകളും എൻഡിഎക്ക് 336 സീറ്റുകളും ലഭിച്ചപ്പോൾ 2019 ഇത് യാഥാർത്ഥ്യമാക്കി 303, 353 എന്നിങ്ങനെയായിരുന്നു. ഇത്തവണ ബിജെപി 370 സീറ്റിലും എൻഡിഎ 400 സീറ്റിലുമാണ് വിജയം ഉറ്റുനോക്കുന്നത്. ഏപ്രിൽ 19 ആരംഭിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് തിങ്കളാഴ്ച നടക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയിൽ അടക്കം 49 മണ്ഡലങ്ങളിലാണ് 5 ഘട്ടങ്ങളിലായി വിധിയെഴുത്ത് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലെ 14 സീറ്റുകളിലാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 2014 2019 യഥാക്രമം 71, 62 സീറ്റുകൾ നേടി ബിജെപി സംസ്ഥാന തൂത്തുവാരുമെന്നത് ഉറപ്പാണ്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് 17 സീറ്റിലാണ് സംസ്ഥാനത്ത് മത്സരിക്കുന്നത്. 63 സീറ്റുകളിൽ മത്സരിക്കുന്ന അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്.